ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്ത കേരളത്തിലെ ദേശീയ പണിമുടക്കിന് ഇന്ന് അർദ്ധരാത്രി തുടക്കമാകും. 24 മണിക്കൂർ നീളുന്ന പണിമുടക്ക് ഹർത്താലിന് സമാനമായി മാറ്റാനാണ് ഇടത് സംഘടനകളുടെ നീക്കം. BMS അടക്കമുള്ള വലിയ ട്രേഡ് യൂണിയനുകൾ വിട്ടുനിൽക്കുന്നതിനാൽ കേരളത്തിന് വെളിയിൽ പണിമുടക്കിന് പ്രസക്തിയില്ല. അതേസമയം കേരളത്തിൽ പ്രത്യേകം പണിമുടക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇരട്ടിയാക്കാൻ INTUC-യും രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷും കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പനും കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും ചേരുകയാണ്. അനഘ, ആദ്യം നമുക്ക് വിനീഷിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന് ഇന്ന് അർദ്ധരാത്രി തുടക്കമാകുകയാണ്. നമുക്കറിയാം കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിരിക്കും ഇടത് സംഘടനകൾ ശ്രമിക്കുക. മറ്റെല്ലാ ഇടങ്ങളിലും അവരവരുടെ തൊഴിൽ ചെയ്യുന്ന കാഴ്ചയായിരിക്കും നാളെ കാണാൻ കഴിയുക. എന്തായാലും ഇടത് സംഘടനകൾ നാളത്തെ അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഏതു തരത്തിലുള്ള ഒരു നീക്കം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? ജനജീവിതം സ്തംഭിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കായിരിക്കുമോ കാര്യങ്ങൾ നീങ്ങുക? തീർച്ചയായിട്ടും ഇന്ന് അർദ്ധരാത്രി മുതൽ വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് തന്നെ സമരം നീങ്ങിയേക്കും, അല്ലെങ്കിൽ ഈ പണിമുടക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം CITU അടക്കമുള്ള ട്രേഡ് യൂണിയൻ സംഘങ്ങൾ, INTUC അടക്കമുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ കേരളത്തിൽ ഈ ഒരു ഇടതുപക്ഷ ഈ ഒരു ഹർത്താലിന് സമാനമായ ഈ ഒരു പണിമുടക്കിനെ അനുകൂലിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പ്രതികൂലമായി തന്നെ ഈ ഒരു പണിമുടക്ക് ബാധിച്ചേക്കും. ജനങ്ങളുടെ യാത്രാ ക്ലേശമുണ്ടായേക്കും. ഉൾപ്പെടെ തന്നെ മറ്റു സംവിധാനങ്ങളിലൊക്കെ തന്നെ പരിമിതമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും ജനങ്ങൾക്ക് നാളെ കടന്നു പോകാൻ സാധിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത് INTUC നാളെ സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന യാത്രകൾ, കോൺഗ്രസിൻ്റെ മറ്റു പരിപാടികളൊക്കെ സജീവമാക്കി തന്നെ കേരളത്തിൽ നടക്കുന്നു എന്നൊരു വിരോധാഭാസമുണ്ട്. സമാനമായ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കുന്ന സെക്രട്ടേറിയറ്റിലെ സംഘടന, കോൺഗ്രസിൻ്റെ സംഘടന, INTUC-ൻ്റെ സംഘടനയും പക്ഷേ ഈ ഒരു സമരത്തെ അനുകൂലിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഇടത് സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പോലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിലൊന്നും തന്നെ ഒരു ഏകീകരണം ഇല്ലാത്ത സാഹചര്യമാണ് നാളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആ ആവശ്യങ്ങളിൽ പോലും സംസ്ഥാനത്ത് ഏകീകരണം ഉണ്ടാകുന്നില്ല. സമാനമായ സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഇടത് സംഘടനകൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരം അല്ലെങ്കിൽ പണിമുടക്കിലേക്ക് കടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് പുലർച്ചയോടുകൂടി എത്തുമ്പോൾ ജനജീവിതത്തെ വലിയ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പണിമുടക്കിലേക്കായിരിക്കും കേരളം നീങ്ങുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. കാരണം നാളെ പണിമുടക്കാണ് എന്ന തരത്തിൽ ട്രേഡ് യൂണിയൻ്റെ സാധാരണ CITU-ൻ്റെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർ പോലും കടകളിലെത്തി നിങ്ങൾ നാളെ പണിമുടക്കിൻ്റെ ഭാഗമാകണം, അതുകൊണ്ട് കടകൾ അടയ്ക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശവും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ KSRTC-യിൽ നാളെ ബസ് സർവീസുകളുടെ ഒരു കുറവുണ്ടാകാനുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കുന്നു. എന്തായിരുന്നാലും ചില സംഘടനകൾ, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BMS നിലപാട് ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകുന്നു. BMS-ൻ്റെ ചുമതലപ്പെട്ട പ്രവർത്തകർ, ഒപ്പം തന്നെ കാര്യകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെ, സർക്കാർ ജീവനക്കാർ, മറ്റു ജീവനക്കാർ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രാദേശിക തലത്തിലെ BMS തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ എന്തായിരുന്നാലും പണിമുടക്കിൻ്റെ ഭാഗമാകില്ല. അവർ ജോലി മുടക്കില്ല, ജോലിയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്ന ഈ ഒരു പണിമുടക്ക് എന്ന് പറയുന്നത് തന്നെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു പണിമുടക്കാണ്. അത് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന നിലപാടാണ് BMS നിലകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് തന്നെ മറ്റ് ഇതര സംഘടനകളൊന്നും തന്നെ കടക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ CITU നിലപാട് കടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ നുണപ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് നീങ്ങുന്നത്. ശരി വിനീഷ്, നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അവിടെ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്.
മിഥുൻ, ദേശീയ പണിമുടക്ക് കേരളത്തിൽ ഹർത്താലിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇടത് സംഘടനകളുടെ നീക്കം. പലയിടത്തും പണിമുടക്കിന് ആഹ്വാനം ചെയ്തെങ്കിൽ പോലും ഇന്ന് തന്നെ അതിന്മേലൊരു സമ്മർദ്ദം പ്രയോഗിക്കുന്നു, ഭീഷണി മുഴക്കുന്നു, കട ഉൾപ്പെടെ അടയ്ക്കണം എന്നുള്ള തരത്തിലേക്കൊക്കെ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വാണിജ്യ തലസ്ഥാനമാണ്, ധാരാളം പേർ വന്ന് ജോലി ചെയ്യുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ട് കൊച്ചിയിൽ നാളെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഇടത് സംഘടനകൾ പ്രത്യേകം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതു രീതിയോടായിരിക്കും കൊച്ചി പ്രതികരിക്കുക? തീർച്ചയായും കൊച്ചി എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ് രാജ്യത്തിൻ്റെ തന്നെ. അവിടെ സ്തംഭിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായും ഈ പണിമുടക്കിൽ കൊച്ചി അടക്കമുള്ള മേഖലയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള കയറ്റുമതി അടക്കം ബാധിക്കാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾക്ക് വലിയ രീതിയിൽ പണിമുടക്കിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ കഴിഞ്ഞ ബുള്ളറ്റിനിലെല്ലാം നമ്മൾ അവരുടെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു, അവരുടെ വാക്കുകളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തിനാണ് ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്ക് എന്തിനാണ് എന്ന് പോലും പലർക്കും അറിയില്ല. ഭയപ്പെട്ടുകൊണ്ട് പണിമുടക്കിന് സഹകരിക്കുന്നു എന്നുള്ളതാണ് വാണിജ്യ വ്യവസായ മേഖലയിലുള്ള എല്ലാവരും പറയുന്നത്. ഈ പണിമുടക്കിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ അത്രയും കാര്യക്ഷമമായി കൊച്ചിയിലും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം KSRTCയിലെ BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഇത്തരത്തിൽ സമരത്തിൽ ഉള്ളതുകൊണ്ട്, പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്. BMS എന്നാൽ വാഹനങ്ങൾ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ ചില പണിമുടക്കിൽ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കൊച്ചി മെട്രോ സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെട്രോയുടെ ഫീഡർ ബസ്സുകൾ അത് വിമാനത്താവളത്തിലേക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. സർവീസ് നടത്തുന്നത് നാളെ വിമാനത്താവളത്തിലേക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. നെടുമ്പാശ്ശേരിയിലേക്കുള്ള ബസ്സുകൾ മാത്രമാണ് കൊച്ചി മെട്രോയുടെ ഫീഡർ സർവീസുകൾ ഉണ്ടാവുക. ഒപ്പം തന്നെ വാട്ടർ മെട്രോയും സർവീസ് നടത്തും. അത് മുടങ്ങാതെ തന്നെ സർവീസ് തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിനി വല്ല തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. രാവിലെ 6:30 മുതൽ രാത്രി 10:30 വരെ വാട്ടർ സർവീസ് നടത്തുമെന്നും വാട്ടർ മെട്രോ സർവീസ് നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കൊച്ചിയെ സ്തംഭിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ എമ്പാടും ഒരു പണിമുടക്ക് ഏതാണ്ട് 9,000 കോടി മുതൽ 900 കോടി മുതൽ 1,500 കോടി വരെ നഷ്ടമുണ്ടാക്കുമെന്നാണ് ചില പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയെ ബാധിക്കുന്നത് വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഒരു ചെറിയ റിയാക്ഷൻ എന്നുള്ള തരത്തിലുള്ള മിഥുൻ, എന്തായാലും നമുക്കിനി വടക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം കൂടി വിലയിരുത്താം. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, പറയൂ. രോഹിണി, ഈ വടക്കൻ കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയങ്ങാടിയിലാണ്. ഈ കോഴിക്കോട്ടെ വ്യാപാര തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് വലിയങ്ങാടി. നിരവധി കടകളുണ്ട്. കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്ടെ ഈ വലിയങ്ങാടി. ഇവിടെ BMS അടക്കം CIT അടക്കം വലിയ രീതിയിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരിടം കൂടിയാണ്. ഇത്തരത്തിൽ ഇന്ന് ഈ സമയത്ത് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു. അതായത് നാളെ പണിമുടക്കാണ്, ആരും തന്നെ കടകൾ തുറക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവിടെയുള്ള പല കടകളിലെ ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോൾ നാളെ കട തുറക്കില്ല എന്നുള്ളതാണ്. നാളെ പണിമുടക്കാണ്. ചേട്ടൻ കട തുറക്കുമോ? നാളെ തുറക്കൂല. എന്തിനാണ് ഈ പണിമുടക്ക് എന്ന് അറിയോ? ട്രേഡ് യൂണിയനുകൾ എല്ലാവരും കൂടി നടത്തുന്ന പണിമുടക്കാണ്. അതുകൊണ്ട് അവിടെ കട തുറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നാളെ തുറക്കൂല. അതായത് അങ്ങനെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് തുറക്കാത്തത്. ഈ വലിയങ്ങാടി സംബന്ധിച്ച് ഈ ഭാഗത്തുള്ള ആരും തന്നെ കട തുറക്കാൻ സാധ്യതയില്ല. ഇല്ല, നാളെ ആരും തുറക്കൂല. അടഞ്ഞു കിടക്കണം. എല്ലാ യൂണിയനുകളും എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് നാളെ ആരും തുറക്കൂല. BMS ഇതിന് അനുകൂലമല്ല. അതില്ല, നല്ല അടയ്ക്കുന്നു. അത് തന്നെയാണ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിർബന്ധപൂർവ്വം, അതായത് നാളെ പണിമുടക്കാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കടകൾ അടയ്ക്കും, ആരും തന്നെ കട തുറക്കില്ല എന്നുള്ളതാണ്. അത് പണിമുടക്കിനോട് ഇത് അനുകൂലിച്ചുകൊണ്ടല്ല, പക്ഷെ തങ്ങൾ അതിന് ഇതിലായി പോവുകയാണ് എന്നുള്ളതാണ് കട ഉടമകളൊക്കെ തന്നെ പറയുന്നത്. മറ്റൊന്ന് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ VD സതീശന്റെ പുതുയുഗ യാത്ര അത് കോഴിക്കോട് നടത്തും എന്നുള്ളതാണ്. AICC അടക്കം ഇത്തരത്തിൽ നാളെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ ജാഥ നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ട്
നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശം തള്ളിക്കൊണ്ട് നാളെ കോഴിക്കോട് ജില്ലയിൽ പുതുയുഗ യാത്ര നടത്തും എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ യാത്ര തടയും എന്നുള്ള പറഞ്ഞുകൊണ്ട് CITU അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പണിമുടക്ക് കൊണ്ട് ഏറ്റവും അധികം വരയാൻ പോകുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളാണ്. ശരി, അനഘാർഷനാണ് വിവരങ്ങൾ നൽകിയത്.